ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 1 തുടരുകയാണ്. ഇനി അൽ ഇറാബു തഖ്ദീരി, കണക്കാക്കുന്ന ഇറാബുകൾ. അപ്പോൾ കണക്കാക്കുന്ന ഇറാബുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ലാ തദ്ഹറു അലാമത്തുൽ ഇറാബ്, ഇറാബിൻ്റെ അടയാളം പ്രത്യക്ഷമാകില്ല. ഫി സലാസത്തി അൻവാ, 3 ഇനങ്ങളിൽ. മിനൽ അസ്മായി, ഇസ്മുകളിലെ 3 ഇനങ്ങളിൽ ഇറാബിൻ്റെ അലാമത്തുകൾ പ്രത്യക്ഷമാകില്ല. എന്താ ഇറാബിൻ്റെ അലാമത്തുകൾ? ഫതഹത്ത്, കസ്റത്ത്, ലമ്മത്ത്. അത് പ്രത്യക്ഷമാവില്ല. അപ്പോൾ തുഖദ്ദിറു ഫിഹൽ അലാമാത്ത്, അപ്പോൾ ആ അലാമാത്തുകൾ നമ്മൾ കണക്കാക്കും. അലാമത്ത് കണക്കാക്കും. ഇത് ഫതഹത്താണ് ഇവിടെ വേണ്ടത്, ഇത് കസ്റത്താണ് കണക്കാക്കണം, ഇത് ലമ്മത്താണ് കണക്കാക്കണം. വഹാദിൽ അൻവാഉ ഹിയ, ഈ ഇനങ്ങൾ ഇതാണ്. അൽ മഖ്സൂറു, ഒന്ന് അൽ മഖ്സൂറാണ്. വൽ മങ്കൂസു, മറ്റേത് അൽ മങ്കൂസാണ്. വൽ മുലാഫു ഇലാ യാഇൽ മുത്തക്കല്ലമി, മൂന്നാമത്തെ ഇനം യാവൽ മുത്തക്കല്ലിമിലേക്ക് മുലാഫ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് ഈ ഇറാബ് പ്രത്യക്ഷമാകാത്തത്, ഇറാബ് വെളിപ്പെടാത്തത്? ആ 3 ഇനങ്ങൾ നമുക്ക് ഓരോന്നും നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആദ്യത്തത് അൽ മഖ്സൂറു. അതെന്താണെന്ന് വെച്ചാൽ ഹുവൽ ഇസ്മ, അതൊരു ഇസ്മാണ്. അൽ മുറബു, മുറബ ഇസ്മാണ്, മബ്നിയല്ല. ശ്രദ്ധിക്കണം, മബ്നിയല്ല. അല്ലദി ആഖിറുഹു, അതിൻ്റെ അവസാനത്തിലുണ്ട് ഉള്ളത് അലിഫുൻ ലാസിമത്തുൻ, അതിൻ്റെ അവസാനത്തിൽ അലിഫാണ്. നഹു, ഉദാഹരണം അൽ മുസ്തഷ്ഫ, നമ്മൾ ബുക്ക് 1 പഠിച്ചതാ. അൽ ഫത്താ, മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, ആശുപത്രി. അൽ ഫത്താ യുവാവ്, ഇതൊന്നും നമ്മൾ പഠിച്ചതാ. അൽ അസ, വടി. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ അക്ഷരം നോക്ക്. ഇറാബ് നോക്കാന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം നോക്കാണല്ലോ. വാക്കിൻ്റെ കലിമയുടെ അവസാനത്തെ അക്ഷരം നോക്കലാണ് ഇറാബ്. അവിടെ മുസ്തഷ്ഫക്ക് മുസ്തഷ്ഫ എന്ന് പറയാം. പുള്ളിയില്ലാത്ത യാക്ക് അലിഫ് എന്ന് ഉച്ചരിക്കുക. ഇവിടെ ഇറാബില്ല, ഹർക്കത്തില്ല. അതേപോലെ അൽ ഫത്താ നോക്ക്, അതേപോലത്തെ പുള്ളിയില്ലാത്ത യാ ആണ്, ഇറാബില്ല. ഫതഹത്തോ ലമ്മത്തോ കസ്റത്തോ ഒന്നുമില്ല. ഇതിനാണ് അൽ മഖ്സൂർ എന്ന് പറയാം. അൽ അസ, അതിൻ്റെ അവസാനം അലിഫ് തന്നെ, ഇവിടെയും ഇറാബില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇറാബ് പ്രത്യക്ഷമല്ലാത്തതിനാണ് അൽ മഖ്സൂർ എന്ന് പറയാം. അത് മുറബാണ്, മബ്നിയല്ല. മബ്നിൻ്റെ നമ്മൾ പഠിച്ചു, ഓർമ്മിക്കണം, അറിയുക. ബാറക്കല്ലാഹു ഫീക്കും. അവസാനത്തിൽ ഹർക്കത്ത് ഉണ്ടാവും, അന്ത. അപ്പോൾ ആ താൻ്റെ മുകളിൽ എന്തുണ്ട്? ഫതഹ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പഠിച്ചേ? മബ്നിയുൻ അലാ ഫതഹ്, ഫതഹിൻ്റെ മുകളിൽ മാറാതെ നിൽക്കുകയാണ്, മബ്നിയാണ്. അപ്പോൾ മബ്നിയുൻ അലാ ഫതഹ, മനസ്സിലായോ? ഇതെന്താണ്? ഇവിടെ ഹർക്കത്തില്ല അൽ മഖ്സൂറിൽ. അപ്പോൾ അതിനെങ്ങനെ പറയാ? തുഖദ്ദിറു ഫി, കണക്കാക്കുന്നു എന്ന് പറയാം. അൽ അലാമത്തു സലാസ്, 3 അടയാളങ്ങൾ. ഉദാഹരണം ഖതലൽ ഫത, യുവാവ് കൊന്നു. അൽ അഫ്അ, പാമ്പിനെ. ബിൽ അസ, വടി കൊണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വടി കൊണ്ട് യുവാവ് പാമ്പിനെ കൊന്നു. തഖൂലു ഫി ഇറാബി ഹാദിഹിൽ കലിമാത്ത്, ഈ വാക്കുകളിലെ ഇറാബ് നമ്മൾ പറയും. എങ്ങനെ പറയാം? അൽ ഫത്ത, അൽ ഫത്താൻ എങ്ങനെ പറയാം? ഫായിലുൻ മർഫൂൻ. ഫത്ത ആരാ കൊല്ലുന്നത്? യുവാബ കൊല്ലുന്നത്. അപ്പോൾ യുവാബ് ഫായിലാണ്, അപ്പോൾ അത് മർഫൂ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ലമ്മത്തില്ല. അപ്പോൾ നമ്മളതിനെങ്ങനെ പറയും? അലാമത്തു റഫ്ഇഹി, റഫിൻ്റെ അടയാളം ലമ്മത്തുൻ മുഖദ്ദറത്തുൻ, ലമ്മത്ത് കണക്കാക്കലാണ്. ലമ്മത്ത് അത് കണക്കാക്കല. അവിടെ
അപ്പോൾ റഫിൻ്റെ അടയാളം ലമ്മത്ത് കണക്കാക്കല. കാരണം ഇത് ഫായിലാണ്, അപ്പം മർഫുവാണ്. പക്ഷെ ഹർക്കത്തില്ല, അപ്പം നമ്മൾ ഹർക്കത്ത് ലമ്മത്താണെന്ന് കണക്കാക്കും. ഇനി അൽ അഫ, യുവാവ് കൊന്നു. എന്തിനെ? അൽ അഫ, പാമ്പിനെ കൊന്നു. അപ്പോൾ എന്താ? മഫൂലും ബിഹി മൻസൂബ്. മഫൂലും ബിഹി മൻസൂബ്. അപ്പോൾ അലാമത്തു നസ്ബിഹി, നസ്ബിൻ്റെ അടയാളം അഥവാ ഫത്തഹ്, നസ്ബിൻ്റെ അടയാളം ഫതഹത്തുൻ മുഖദ്ദറ, ഫത്തഹ് എന്ന് കണക്കാക്കലാണ്. നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ് എന്ന് കണക്കാക്കലാണ്. ബിൽ അസ, വടി കൊണ്ട്. അപ്പം ബി ഹർഫുജർ, അൽ അസ ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല. അപ്പോൾ അൽ അസ എന്താ? മജ്റൂറുൻ ബിൽ ബായി, ബാ കാരണം മജ്റൂറായി. കാരണം ബാ ഇസ്മു മജ്റൂറായതുകൊണ്ട് അൽ അസ മജ്റൂറായി. അപ്പോൾ ഇതിനെങ്ങനെ പറയാം? അലാമത്തു ജർറിഹി, ജറിൻ്റെ അടയാളം കസറത്തുൻ മുഖദ്ദറ, കസറത്തിനെ കസറായിട്ട് കണക്കാക്കലാണ്. ബാറക്കല്ലാഹു ഫീ. അപ്പോൾ ഇതാണ് അൽ മക്സൂർ, ഇസ്മിൽ ഇനങ്ങളിലെ അൽ മക്സൂർ ഇതാണ്. അതിൻ്റെ ഇറാബ് പ്രത്യക്ഷമല്ല. അപ്പോൾ അതിൻ്റെ ഇറാബ് മർഫു ആണെങ്കിൽ നമ്മൾ ലമ്മത്തായിട്ട് കണക്കാക്കും. മഫൂലും മൻസൂബാണെങ്കിൽ ഫതഹത്തായിട്ട് കണക്കാക്കും. മജ്റൂറാണെങ്കിൽ കസറത്തായിട്ട് കണക്കാക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇത് മുഅറബാണ്. മബ്നിയായിട്ട് എന്താ വ്യത്യാസം? മബ്നി മുഅറബല്ല, മബ്നിയാണ്. അതിൻ്റെ അവസാനത്തിൽ ഹർക്കത്ത് ഉണ്ടാവും. അപ്പോൾ മബ്നിയുൻ അലാ ഫതഹ, മബ്നിയുൻ അലാ കസറ, മബ്നിയുൻ അലാ ലമ്മ, അങ്ങനെ നമ്മൾ പറയാം. ബാറക്കല്ലാഹു ഫീക്കും.